ഹലോ, ഇന്ന് ഞങ്ങളുടെ ധുനിമോളുടെ ബർത്ത്ഡേയുടെ പർച്ചേസാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ബർത്ത്ഡേ കണ്ടിട്ട് കുറച്ച് ദിവസമായിട്ടോ, ഫെബ്രുവരിയിലാണ് ബർത്ത്ഡേ ഉണ്ടായിരുന്നത്. അപ്പോൾ മോൾക്കുള്ള ഗിഫ്റ്റ് അവൾ തന്നെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ മാക്സിലാണ് വന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെ ആൾ നോട്ട് ചെയ്ത് കേട്ടോ, ഇതൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ആദ്യം തന്നെ അത് പോയി എടുത്തു. പിന്നെ അങ്ങനെ ഓരോന്ന് നോക്കുകയാണ് കേട്ടോ. ഇതെന്താ സംഭവം എന്നറിയോ? കഴിഞ്ഞ പ്രാവശ്യം മോളുടെ ബർത്ത്ഡേക്ക് ഹസ്ബൻഡ് മോൾക്കൊരു ഗോൾഡിൻ്റെ ജിമിക്ക് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അത് വാങ്ങിച്ചു കൊടുത്തപ്പോൾ നമ്മൾ ഭയങ്കര സംഭവമായിട്ടാണല്ലോ, നമ്മൾ പാരൻസ് കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിയിലാണല്ലോ വാങ്ങിച്ചു കൊടുക്കുക ഗിഫ്റ്റൊക്കെ. അപ്പം അത് വാങ്ങിച്ചു കൊടുത്തപ്പോൾ ആളത്ര അങ്ങ് സംതൃപ്തി ഇല്ലാത്ത പോലെ തോന്നി. എന്ന് വെച്ചാൽ ആളത് പ്രകടിപ്പിച്ചില്ല കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, എന്ത് കൊടുത്താലും അതിൽ ഇനിയിപ്പം മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അച്ഛനും അമ്മയ്ക്ക് വിഷമം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആൾ ആ വിഷമം മുഖത്ത് പ്രകടിപ്പിക്കാറില്ല കേട്ടോ. ഞങ്ങളുടെ അടുത്ത് നല്ല ഇഷ്ടമായി എന്നുള്ള രീതിയിൽ തന്നെ അങ്ങനത്തെ വാശികളോ അങ്ങനെയുള്ള ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതുവരെ അത്രേ പറയാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ആൾ എന്ത് കൊടുത്താലും അതിൽ തൃപ്തിപ്പെട്ട പോലെ നമുക്ക് ആളുടെ ഫേസ് അങ്ങനെയാണ് ആൾ പ്രകടിപ്പിക്കുക. പക്ഷേ എനിക്കത് മനസ്സിലായിട്ട് അറിയാമല്ലോ, അമ്മമാർക്ക് പിന്നെ കുട്ടികളുടെ മനസ്സറിയാൻ, പ്രത്യേകിച്ച് അമ്മമാർക്കും അച്ഛന്മാർക്കും കേട്ടോ, എടുത്ത് പറയല്ല എന്നാലും. അപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇപ്രാവശ്യം പക്ഷേ ആൾ ഇങ്ങോട്ട് തന്നെ ബർത്ത്ഡേയുടെ മുന്നേ തന്നെ വന്ന് പറഞ്ഞു കേട്ടോ, അമ്മ ഇപ്രാവശ്യം എനിക്കുള്ള ഗിഫ്റ്റൊക്കെ ഞാൻ തന്നെ വാങ്ങിച്ചോളാം കേട്ടോ, നിങ്ങളെനിക്ക് വാങ്ങിച്ച് തരണ്ട, സർപ്രൈസായിട്ട് വേണ്ട പറഞ്ഞു. പകരം നിങ്ങൾ എത്ര രൂപയ്ക്കാണ് എനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ച് തരാൻ ഉദ്ദേശിച്ചേക്കുന്നത്, ആ പൈസക്ക് ഞാൻ പർച്ചേസ് ചെയ്തോളാം പറഞ്ഞു. ശരി, ഇന്ന് എത്ര ബഡ്ജറ്റ് ഉണ്ട് അതിനനുസരിച്ച് നീ വാങ്ങിച്ചോ പറഞ്ഞാൽ ശരി എന്ന് അവളും പറഞ്ഞു കേട്ടോ. അങ്ങനെ ഓരോന്ന് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇങ്ങനെ എന്താണ് എടുക്കേണ്ടതെന്നൊരു കൺഫ്യൂഷൻ, എല്ലാം കൂടി കാണുമ്പോഴേ ഏത് വേണമെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് കേട്ടോ ആള്. പിന്നെ അതേ ഇങ്ങനെ ഓരോന്ന് നോക്കി വന്നിട്ട് തലയിൽ കുത്താനുള്ള ക്ലിപ്പ് നോക്കിയിട്ടുണ്ട് കേട്ടോ. സ്ട്രോബെറിയുടെ ആൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു സെറ്റ് വാങ്ങിച്ചു കേട്ടോ. പിന്നെ അങ്ങനെ ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണേ. ഇതിനിടയിൽ ആൾക്ക് ഹസ്ബൻഡ് ഡെയിലി യൂസിന് ഇടാനുള്ള ഡ്രസ്സ് നോക്കാൻ പറഞ്ഞിട്ട് അത് നോക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ ഡെയിലി യൂസിന് ഡ്രസ്സ് വാങ്ങിക്കാറ് നല്ലതാട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല സെലക്ഷനും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ ബർത്ത്ഡേക്ക് എന്ന് വെച്ച് ഒന്നും വാങ്ങിച്ചു കൊടുക്കാതിരുന്നില്ല കേട്ടോ. ഹസ്ബൻഡിന് വിഷമം, എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. അതിനിടയിൽ പോസ് നടക്കുന്നുണ്ട് കേട്ടോ, അവിടെ ഫോട്ടോ എടുക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ കഴുത്തിൽ എടുക്കുന്ന ഈ ചെയിൻ കണ്ടോ, ഈ ചെയിനും ഇയറിങ്ങും സെറ്റായിട്ട് ഭീമ സിൽവർ പാലസ് നാള് ബർത്ത്ഡേയുടെ അന്ന് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ അതേ ബില്ല് പേ ചെയ്യാൻ പോവുകയാണ്. ഹസ്ബൻഡ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കേണ്ട എന്തൊക്കെയാണ് ഉണ്ടായി എന്ന് അറിയില്ല എന്നുള്ള ഒരു ഇതിൽ. പിന്നെ അവിടെ ഇരിക്കുന്നൊരു ഗ്ലാസ് കണ്ടോ, ഒരു ജ്യൂസിൻ്റെ, അത് ജ്യൂസ് കുടിക്കാനാണ് എന്താണെന്നറിയില്ല, എന്തായാലും അത് വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ വീട്ടിൽ വന്ന ശേഷം ജ്യൂസും ചായയും വെള്ളം എല്ലാം ഇതിലായിരുന്നു കേട്ടോ. അങ്ങനെ ആൾ ബില്ല് പേ ചെയ്തു. ആളുടെ തൃപ്തി പോലെ ആളും ഹാപ്പിയായി, ഞങ്ങളും ഹാപ്പിയായി കേട്ടോ.